ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൽ നെയിം ഇൻക്ലൂഷൻ നടത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കുട്ടി ജനിച്ചു, കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്രൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷെ പേരിന്റെ ഭാഗത്ത് നെയിം ചേർത്തിട്ടില്ല അല്ലെങ്കിൽ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അത് പേര് ഉൾപ്പെടുത്താനുള്ള അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. പഞ്ചായത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു പോർട്ടൽ, ILGMSന്റെ ഈ ഒരു പോർട്ടൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വരുന്ന കേസുകൾ ഈ ഒരു പോർട്ടലല്ല, മറ്റൊരു പോർട്ടലാണ്. മാത്രമല്ല അത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരിക്കില്ല. നമ്മൾ അപേക്ഷ കൊടുത്ത് രേഖകളുമായിട്ട് മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് നമ്മൾ പോവേണ്ടി വരും. എന്നാൽ പഞ്ചായത്ത് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. അപേക്ഷ കൊടുക്കാനായിട്ട് ഇവിടെ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ യൂസർ ID ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് ഇത് ലോഗിൻ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് യൂസർ ID ആൻഡ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിന് മുന്നിലുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചതാണ്. അതിനുശേഷം ആദ്യം തന്നെ നമ്മൾ ലാംഗ്വേജ് മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ജനനം പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ജില്ല എന്നുള്ള ഭാഗത്ത് ഏത് ജില്ലയിലേക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓഫീസിന്റെ തരം എന്നുള്ള ഭാഗത്ത് ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓഫീസിന്റെ പേര് എന്നുള്ള ഭാഗത്ത് ഏത് ഓഫീസിലേക്കാണോ അപേക്ഷ കൊടുക്കുന്നത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം സെലക്ട് ചെയ്ത് അപേക്ഷകന്റെ വിഭാഗം എന്നുള്ള ഭാഗത്ത് പൊതുവിഭാഗമാണെങ്കിൽ പൊതുവിഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് അപേക്ഷകനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് നമ്മളോട് കൊടുക്കേണ്ടത്. അപേക്ഷകന്റെ തിരിച്ചറിയൽ കാർഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ തിരിച്ചറിയൽ രേഖയുടെ ഡീറ്റെയിലുകൾ, ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അപേക്ഷകന്റെ മേൽവിലാസമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്. അപേക്ഷകൻ ഈ ഒരു പഞ്ചായത്തിന്റെ കീഴിൽ തന്നെയുള്ള താമസക്കാരനാണെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം. ഡിഫോൾട്ട് ആയിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. ഇനി എല്ലാം അപേക്ഷിക്കുന്ന ആള് ഈ ഒരു പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട ആളല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിനുള്ളിൽ എന്നുള്ളതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം കത്തിടപാടുകൾ നടത്തുന്നതിനുള്ള മേൽവിലാസം എന്നുള്ള ഭാഗത്ത് സ്ഥിര മേൽവിലാസത്തിന് സമാനമാണെന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് കുട്ടികൾ ജനിച്ചിട്ടുണ്ടാവുക ഏത് പഞ്ചായത്തിന്റെ കീഴിലാണോ ആ പഞ്ചായത്തിലാണ് നമ്മൾ ഈ ഒരു ജനനം രജിസ്റ്റർ ചെയ്യുക. അതായത് അവർ താമസിക്കുന്ന പഞ്ചായത്തിന്റെ കീഴിലായിരിക്കില്ല. കുട്ടി ജനിച്ച ഹോസ്പിറ്റൽ ഏത് പഞ്ചായത്തിന്റെ കീഴിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ ഒരു പഞ്ചായത്തിലായിരിക്കും ഈ ഒരു ജനനം റിപ്പോർട്ട് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് പേര് ചേർക്കേണ്ട തദ്ദേശ സ്ഥാപനത്തിന്റെ പേര് ഇവിടെ വന്നിട്ടുണ്ടാവും. കണ്ടിന്യൂ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത്, കുട്ടിയുടെ ജെൻഡർ, അതുപോലെ തന്നെ മാതാവിന്റെ പേരിന്റെ ആദ്യത്തെ 3 അക്ഷരമായിരിക്കും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട. ശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് എന്നുള്ള ബട്ടൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ കാണിക്കും. ഇവിടെ കുട്ടിയുടെ പേരിന് നേരെ നോട്ട് ഇൻക്ലൂഡഡ് എന്ന് കാണിക്കുന്നുണ്ട്, പേര് ചേർത്തില്ല എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാതാവിന്റെയും പിതാവിന്റെയും പേര് കൺഫേം ചെയ്യുക. ശേഷം ഇവിടെ പേര് ചേർക്കൽ പ്രയോഗിക്കുക അല്ലെങ്കിൽ നെയിം ഇൻക്ലൂഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമുക്കിവിടെ ആയിട്ട് പേര് ചേർക്കൽ സ്കൂൾ പ്രവേശനം അല്ലെങ്കിൽ സ്കൂൾ പ്രവേശനത്തിന് മുമ്പ് 2 ഓപ്ഷൻ ഉണ്ടാവും. കുട്ടിയെ സ്കൂളിൽ ചേർത്തതാണെങ്കിൽ സ്കൂൾ പ്രവേശനത്തിന് ശേഷം കൊടുക്കുക, മുമ്പാണെങ്കിൽ പ്രവേശനത്തിന് മുമ്പ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിലുകൾ നമുക്ക് വന്നിട്ടുണ്ടാവും. അച്ഛന്റെയും അമ്മയുടെയും പേര് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ അപേക്ഷയുടെ തരം എന്നുള്ള ഭാഗത്ത് സംയുക്തം എന്നതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. വ്യക്തിഗതം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കരുത്. കാരണം കുട്ടികളുടെ കേസിൽ നമ്മൾ മാതാവിന്റെയും പിതാവിന്റെയും സംയുക്തമായിട്ടായിരിക്കണം അപേക്ഷ നമ്മൾ കൊടുക്കേണ്ടത്. അപേക്ഷകന്റെ പേര് എന്നുള്ള ഭാഗത്ത് ഇവിടെ നമ്മൾ അപേക്ഷിക്കുന്ന ആളുടെ പേര്, അതായത് അച്ഛന്റെ പേരും സഹ അപേക്ഷകന്റെ പേര് എന്നുള്ള ഭാഗത്ത് കുട്ടിയുടെ അമ്മയുടെ പേര് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് താഴേക്ക് വന്നിട്ട് നമ്മൾ കുട്ടിക്ക് ചേർക്കേണ്ട പേരെന്താണോ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും കൃത്യമായിട്ട് അക്ഷര തെറ്റുകളൊന്നും ഇല്ലാതെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ അപേക്ഷിക്കുന്ന ആളുടെ അഡ്രസ്സ് കാര്യങ്ങളാണ് നമ്മളോട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുക്കാനുണ്ട്. ഇവിടെ സ്റ്റാർ ഭാഗം കാണുന്നത് മാത്രമാണ് നമ്മളോട് കൊടുക്കേണ്ടത്, അല്ലാത്ത ഭാഗങ്ങളും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷിക്കുന്ന ആള് ഈ ഒരു പഞ്ചായത്തിന്റെ അണ്ടറിലാണെങ്കിൽ മാത്രമേ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിനുള്ളിലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ പൊതുവായ കുറിപ്പുകൾ എന്നുള്ള ഭാഗത്ത് നമ്മളൊന്നും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇവിടെ വൈകിയതിനുള്ള കാരണം എന്നുള്ള ഭാഗം കൃത്യമായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഒരു കേസ് 2 വർഷത്തിന് മേലെയായിട്ട് രജിസ്റ്റർ ചെയ്യാത്തൊരു കേസാണ്. അങ്ങനെയുള്ള എന്ത് കാരണങ്ങൾ കൊണ്ടാണ് വൈകിയതെന്ന് കൃത്യമായിട്ട് കാരണസഹിതം അവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് വിദേശത്തൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരാളാണെങ്കിൽ ജനനം മുതൽ വിദേശത്തായിരുന്നു എന്നുള്ള കാരണമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. വിദേശം എന്നുള്ള ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. കാരണം വിദേശത്തുള്ള ആളുകൾക്ക് വിദേശത്തായിരിക്കാനുള്ള ഒരു സാധ്യതയല്ല. കാരണം കുട്ടിക്ക് പേരില്ലാതെ പാസ്പോർട്ട് എടുക്കാൻ സാധിക്കില്ല. സോ അവർക്ക് എന്തായാലും
പറ്റില്ല, മറ്റുള്ള കാരണമാണെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണോ അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സമർപ്പിക്കുക അല്ലെങ്കിൽ സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് അപേക്ഷയുടെ ഒരു പ്രിവ്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. നമുക്ക് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കുക. കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുത്ത് കസ്റ്റമർക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുക. അതുപോലെ കുട്ടിയുടെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള പേര് കൃത്യമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറയുക. അതിനുശേഷം ഇവിടെ ഒരു വാർഡ് സെലക്ട് ചെയ്ത് കത്തിടപാട് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു മാർഗം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബാങ്ക് ക്ലിക്ക് ചെയ്ത് ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് മാതാവിന്റെയും പിതാവിന്റെയും തിരിച്ചറിയൽ കാർഡാണ്. അതുപോലെ തന്നെ മാതാവിന്റെയും പിതാവിന്റെയും ഒരു സത്യപ്രസ്താവന അല്ലെങ്കിൽ സംയുക്തമായിട്ടുള്ള ഒരു അപേക്ഷ വെള്ളക്കടലാസിൽ എഴുതിയാൽ മതി. വെള്ളക്കടലാസിലെ ഒരു അപേക്ഷയുമാണ് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഇവിടെ സെലക്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിലേക്ക് നമുക്ക് ടോട്ടൽ ഫീസ് വരുന്നത് 10 രൂപയാണ്. അതായത് 5 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പും 5 രൂപ പേര് ചേർക്കലിന്റെ ഫീസുമായിട്ടുള്ള 10 രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത്. നെക്സ്റ്റ് ബാങ്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സത്യപ്രസ്താവനയാണ്. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഒരു കൺസെന്റ് ബോക്സ് ഉണ്ടാവും. അത് ടിക്ക് കൊടുത്ത് ഈ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 10 രൂപ ആണെങ്കിൽ 10 രൂപ പേയ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക ഓൺലൈനിൽ. അതിനുശേഷം ലഭിക്കുന്ന കൈപ്പറ്റ് രസീത് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കും. ഒരാഴ്ചക്കുള്ളിൽ തന്നെ കുട്ടിയുടെ പേര് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് പ്രിന്റ് എടുത്ത് കസ്റ്റമർക്ക് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നെയിം ഇൻക്ലൂഷൻ നമ്മൾ ഓൺലൈനിൽ കംപ്ലീറ്റ് ചെയ്യുക.